തണുപ്പുകാലം ആരംഭിക്കാൻ ഇനിയും ഒരു മാസം കൂടിയുണ്ട്. ഇപ്പോൾ സമയം 10:08, താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കണ്ടാൽ ഇടുക്കിയും വയനാടുമൊക്കെ പോലെ തോന്നുമെങ്കിലും ഇന്ന് ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനിലാണ്. പലർക്കും അറിയാവുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് അമ്പനാട്. ഏറെക്കാലമായുള്ള ആഗ്രഹമാണ് അമ്പനാടൊന്ന് പോയി കറങ്ങി വരണമെന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയതല്ല, ഞാൻ ഈ ഒരു സമയത്തേക്ക് മാറ്റിവെച്ചതാണ്. കാരണം അമ്പനാട് എല്ലാ സമയത്തും പോയി വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ല. ഒന്നുകിൽ മഴക്കാലത്ത് പോകണം, അല്ലെങ്കിൽ ശൈത്യകാലത്ത് പോകണം. ഈ രണ്ട് സമയങ്ങളിലാണ് ഏറ്റവും സുന്ദരമായി നമുക്ക് അമ്പനാട് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ആദ്യമായി അമ്പനാട് എത്തുന്നവർക്ക് ഗേറ്റിൽ പാസ് എടുത്ത് അകത്ത് കയറിയാൽ പിന്നെ ആകെ മൊത്തം ഒരു കൺഫ്യൂഷനാണ്. എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ യാത്ര തിരിക്കുന്നത്. എല്ലാവരും പോകുന്നത് കഴുതുരുട്ടിയിൽ നിന്ന് റെയിൽവേ അണ്ടർപാസ് കടന്ന് നെടുമ്പാറ വഴി അമ്പനാട്ടിലേക്കാണ്. നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായ റൂട്ടിലൂടെയാണ് അമ്പനാട്ടിലേക്ക് പോകുന്നത്. വ്യത്യസ്തമായ റൂട്ടെന്ന് പറയുമ്പോൾ പലർക്കും അറിയാവുന്ന വഴിയാണ് ആനച്ചാടി വഴി അമ്പനാട്ടിലേക്ക്. താഴെ ആനച്ചാടിയും മേലെ ആനച്ചാടിയും കടന്ന് അമ്പനാട് ടോപ്പിലേക്കെത്തി അവിടെയുള്ള കാഴ്ചകളും കണ്ട് തിരിച്ച് നമുക്ക് നെടുമ്പാറ വഴി കഴുതുരുട്ടിയിലേക്ക് വരാം. ഇനി അധികം സമയം കളയണ്ട, നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. പുനലൂർ തെങ്കാശി പാതയിലെ കഴുതുരുട്ടിയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സമയം 7:30. നെടുമ്പാറ വഴിയാണെങ്കിലും ഇനി അഥവാ ആനച്ചാടി വഴിയാണെങ്കിലും അമ്പനാട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം എത്തിച്ചേരേണ്ടത് കഴുതുരുട്ടിയിലാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ തെന്മല ജലാശയത്തിന് വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് അമ്പനാട്. കഴുതുരുട്ടിയിൽ അമ്പനാട് ഹിൽസിൻ്റെ ഒരു സൈൻ ബോർഡ് കാണാം. 15 കിലോമീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു പാതയിലാണ് കൂടുതൽ ആളുകളും അമ്പനാട്ടേക്ക് പോകുന്നത്. കഴുതുരുട്ടിയിൽ നിന്നും ഈ റെയിൽവേ അണ്ടർപാസ് കടന്ന് നെടുമ്പാറ വഴി അമ്പനാട്ടേക്ക് പോകുന്നു. നമ്മൾ കഴുതുരുട്ടിയിൽ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പനാട് നിന്നുള്ള KSRTC ബസ് കഴുതുരുട്ടിയിലേക്ക് എത്തിച്ചേർന്നു. അതിരാവിലെ 5:30 ആര്യങ്കാവ് KSRTC ഡിപ്പോയിൽ നിന്നും പുറപ്പെടുന്ന ഒരു സർവീസാണിത്. 5:30 പുറപ്പെടുന്ന സർവീസ് അമ്പനാട് പോയി കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം അവിടെ നിന്നുള്ള ആളുകളെ കഴുതുരുട്ടിയിലും തുടർന്ന് തെങ്കാശിയിലേക്കും എത്തിക്കുന്നു. തെങ്കാശിയിൽ നിന്ന് തിരിച്ച് പുനലൂരിലേക്കാണ് സർവീസ് ഉള്ളത്. പിന്നീട് അമ്പനാട്ടേക്ക് പോകുന്നത് വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർവീസ് കൊണ്ട് സഞ്ചാരികൾക്ക് യാതൊരു പ്രയോജനവുമില്ല. കാരണം അതിരാവിലെ 5:30 ആര്യങ്കാവിൽ എത്തുന്നത് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ്. പുനലൂരിൽ നിന്ന് ആദ്യ ബസ് പിടിച്ച് ആര്യങ്കാവിൽ എത്തുമ്പോൾ എന്തായാലും 5:30 കഴിഞ്ഞിട്ടുണ്ടാകും. കൂടുതൽ ആളുകൾ എത്തുകയാണെങ്കിൽ പകൽ സമയത്തും നമുക്ക് ആര്യങ്കാവ് ഡിപ്പോയിൽ നിന്ന് ഒരു അമ്പനാട് സർവീസ് തുടങ്ങാവുന്നതേ ഉള്ളൂ. കഴുതുരുട്ടിയിൽ നിന്ന് നമ്മുടെ യാത്ര ആരംഭിച്ചു. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നെടുമ്പാറ വഴിയല്ല നമ്മൾ അമ്പനാട്ടേക്ക് പോകുന്നത്, ആനച്ചാടി വഴിയാണ്. ആനച്ചാടിയിലേക്ക് പോകാൻ കഴുതുരുട്ടിയിൽ നിന്നൊരു 300 മീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടൊരു പാലം കാണാം. ആ പാലത്തിൻ്റെ തൊട്ടുപുറത്ത് മറ്റൊരു റെയിൽവേ പാലവും കാണാം. അതിൻ്റെ അടിയിലൂടെ ഒരു വഴി അകത്തേക്കുണ്ട്. അതായത് ഈ പാലത്തിൻ്റെ തുടക്കത്തിലൊരു വഴി കാണും, അതല്ല. പാലം കടന്ന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെയായിട്ടൊരു വഴി കാണാം. ചെറിയ കടകളുമൊക്കെ ആയിട്ട് അകത്തേക്ക് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വഴിയാണ്. വഴി കണ്ടാലും നമുക്ക് എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിയാണെന്ന് തോന്നില്ല. പക്ഷേ ആ വഴി തന്നെ നിങ്ങൾ കയറുക. മുകളിലായിട്ട് റെയിൽവേ പാലം കാണാം. കഴുതുരുട്ടിയിൽ നിന്നും തെങ്കാശിയിലേക്കുള്ള റോഡിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് അകത്തേക്ക് കയറിയത്. ഈ ഒരു റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തത്. പക്ഷേ ഈ റോഡ് അധികം പൊട്ടിപ്പൊളിഞ്ഞല്ല കിടക്കുന്നത്. നമ്മൾ പാലം കഴിഞ്ഞൊരു 100 മീറ്റർ കഴിഞ്ഞപ്പോഴേക്കും നല്ല റോഡ് കണ്ടു തുടങ്ങി. ഞങ്ങളും ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കണ്ട് കുറച്ചൊന്ന് ഭയന്നു. എന്തായാലും നല്ല റോഡ് കണ്ടു തുടങ്ങി. ഈ ഒരു ഭാഗത്ത് ഒരല്പം സമയം കൂടുതലെടുത്താണ് ഞാൻ വിശദീകരിച്ചത്. കാരണമുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വഴി തെറ്റുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. അകത്തേക്ക് കയറിയാൽ പിന്നെ കുഴപ്പമില്ല, പല സ്ഥലത്തും സൈൻ ബോർഡൊക്കെ ഉണ്ട്, നമുക്ക് കയറി പോകാം. നമ്മളിന്ന് പോകുന്നത് മുഴുവൻ എസ്റ്റേറ്റ് റോഡുകളിലൂടെയാണ്. ആദ്യം കണ്ടത് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ RPG ഗ്രൂപ്പിൻ്റെ എസ്റ്റേറ്റാണ്. വെഞ്ചർ ഡിവിഷൻ എസ്റ്റേറ്റാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടുമുള്ളത് കൈത കൃഷിയാണ്. RPG ഗ്രൂപ്പിൻ്റെ കൃഷിഭൂമികൾ കുറവൻതാവളം, മാമ്പഴത്തറ ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത ബേസ്ഡായിട്ടുള്ള ലക്നൗ സൂപ്പർ ജെയിൻസ് എന്ന് പറയുന്ന ടീമിൻ്റെ ഓണേഴ്സാണ് RPG ഗ്രൂപ്പ്. ഒരു വശത്ത് കൃഷിഭൂമിയും മറുവശത്ത് കാടുമാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുത വേലികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, വന്യമൃഗങ്ങൾ കടന്ന് കൃഷിസ്ഥലത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ. കൈതത്തോട്ടങ്ങളെല്ലാം പിന്നിട്ട് റബ്ബറും തോട്ടമുള്ള ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. റോഡിന് ഇതുവരെയായിട്ടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴേക്കും ജനവാസ മേഖലയിലേക്ക് എത്തിച്ചേർന്നു. അത് നീളുന്നത് ഒരു കവലയിലേക്കാണ്. വെഞ്ചർ എസ്റ്റേറ്റിനകത്തെ ഒരു പ്രദേശമാണിത്. ഈ സ്ഥലത്തിൻ്റെ പേര് തകരപ്പുര എന്നാണ്. രാത്രി എപ്പോഴോ പെയ്ത മഴയിൽ കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു ചെറിയ കൈത്തോടും ഒരു ആരാധനാലയവും ചെറിയ കടകളും ഒക്കെയായിട്ട് ഒരു കൊച്ചു ഗ്രാമമാണ് തകരപ്പുര എന്ന് പറയുന്നത്. വെഞ്ചർ എസ്റ്റേറ്റിനുള്ളിലാണ് ഈ തകരപ്പുര വരുന്നത്.
തകരപ്പുര ജംഗ്ഷനിലുള്ള പാലം കയറി മുകളിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. പ്രധാനമായിട്ടും ഇവിടെ മുതലാണ് മലകയറ്റം ആരംഭിക്കുന്നത്. കുറച്ചു ദൂരം മുന്നോട്ട് വരുമ്പോഴേക്കും നമുക്ക് പല വഴികൾ പിരിഞ്ഞു പോകുന്നത് കാണാം. ഒരു വഴി ഇടത്തേക്കും ഒരു വഴി വലത്തേക്കുമുണ്ട്. നമുക്ക് പോകേണ്ടത് വലത്തേക്ക് തിരിഞ്ഞ് മുകളിലേക്കാണ്. വലതുഭാഗത്തേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചു. ലോവർ ആനച്ചാടിയിലേക്കാണ് ഈ റോഡ് പോകുന്നത്. റബ്ബർ തോട്ടത്തിന് നടുവിലൂടെയുള്ള റോഡ് അതിമനോഹരമാണ്. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. മുകളിലേക്ക് കയറി പോകുന്തോറും റോഡിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരുന്നു. ചെറിയ കുഴികളുമൊക്കെയായി. പക്ഷെ ആദ്യത്തെ ഹെയർപിൻ ബെൻഡാണ് നമ്മൾ കയറുന്നത്. ഈ റൂട്ടിൽ 2-3-4 ഹെയർപിൻ ബെൻഡുകളുണ്ട്. കേരളത്തിലെ മിക്ക എസ്റ്റേറ്റ് റോഡുകളിലെയും കാഴ്ചയാണ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികൾ. ഉടമസ്ഥരില്ലാതെ എസ്റ്റേറ്റ് റോഡുകളിലൂടെ നടന്നു നീങ്ങുകയും തീറ്റ തേടുകയും ഒക്കെ ചെയ്യുന്ന ഇവർക്ക് പക്ഷേ മനുഷ്യരെ വലിയ പേടിയൊന്നുമില്ല. വാഹനങ്ങൾ വന്ന് ഹോൺ അടിച്ചാലും റോഡിൽ തന്നെ ഒറ്റ നിൽപ്പാണ്. അതുകൊണ്ട് തന്നെ പല സമയത്തും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ സാവധാനമാണ് നടന്നു നീങ്ങുന്നത്. മല കയറി ചെറിയൊരു വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ ഒരു ചെറിയ ആരാധനാലയമുണ്ട്. പിന്നീട് താഴെയായിട്ടൊരു നല്ല അരുവി ഒഴുകുന്നുണ്ട്. നല്ല കാഴ്ചകളാണ്. ഇവിടെ വണ്ടി നിർത്തി നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. കുറച്ചു നേരം ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ യാത്ര പുനരാരംഭിച്ചു. ഞായറാഴ്ച ആയതുകൊണ്ടാകണം ഇവിടെ എല്ലാം നല്ല വിജനമാണ്. ഈ റൂട്ടിൽ ഇപ്പോൾ ബസ് ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഞാൻ ഈ റൂട്ടിലേക്കുള്ള ബസ് കണ്ടിട്ടുണ്ട്. പുനലൂർ നിന്നൊരു ആനച്ചാടി ബസ്സും ആര്യങ്കാവ് നിന്നൊരു ആനച്ചാടി ബസ്സും ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടും ആര്യങ്കാവ് ഡിപ്പോ ആണെന്ന് തോന്നുന്നു ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിലവിൽ ആ ബസ് സർവീസ് ഉണ്ടോ എന്നറിയില്ല. ഹെയർപിൻ ബെൻഡുകൾ കുറവാണെങ്കിലും വലിയൊരു മലയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇടതുവശത്തെല്ലാം നല്ല കാഴ്ചകളാണ്. ഇപ്പോൾ പ്ലാന്റ് ചെയ്ത കൈത ചെടികളാണെന്ന് തോന്നുന്നു. എന്തായാലും മുകളിലേക്ക് പോകുന്തോറും പലതരത്തിലുള്ള കൃഷികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഹെയർപിൻ ബെൻഡുകളും വരുന്നുണ്ട്. ഇതെല്ലാം കയറി നമ്മൾ നല്ലൊരു ഹൈറ്റിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ ആ വലിയ മല കയറി നമ്മളൊരു ചെറിയ കവലയിലേക്ക് എത്തിച്ചേർന്നു. ഇതാണ് ലോവർ ആനച്ചാടി അല്ലെങ്കിൽ താഴെ ആനച്ചാടി എന്നറിയപ്പെടുന്നത്. ഈ താഴെ ആനച്ചാടിയിൽ നിന്നാണ് നമ്മുടെ ഗേറ്റ് ഒക്കെ വരുന്നത്. നമുക്ക് പാസ് കൊടുത്ത് അകത്തേക്ക് കയറാനുള്ള ഗേറ്റ് വരുന്നത് ഇവിടെയായിട്ടാണ്. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം കാണാം. അത് കഴിഞ്ഞിട്ടൊരു ചെറിയ വെയിറ്റിംഗ് ഷെഡ് കാണാം. അവിടെയായിട്ട് കുറച്ച് സ്ത്രീകൾ ഇരുന്ന് കാര്യം പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടതും അതിലൊരു അമ്മ ഇറങ്ങി വന്ന് ഞങ്ങളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. ഗേറ്റല്ല, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, മേലിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കഴിഞ്ഞ് മേപ്പോട്ട് 100 അവിടെ ചെല്ലുമ്പോൾ ഒരാൾക്ക് 100 രൂപ. അത് കഴിഞ്ഞ് നിങ്ങൾ കെട്ടിയിട്ട് അങ്ങോട്ട് പോവാണെങ്കിൽ മേലിൽ ഒരു മത്തികളം കാണും. നിങ്ങൾ ചെല്ലുമ്പോൾ ആ കളത്തിൽ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നോക്കി ശ്രദ്ധിച്ചൊക്കെ പോകണം. കേട്ട സ്ഥലം കണ്ടാണ്ട് പോവും. ചിലപ്പോ മഴ പെയ്തത് കൊണ്ട് ആനയാണ് ഇന്ന് ആളും പേരും ഇല്ല അങ്ങോട്ട് നോക്കി ശ്രദ്ധിച്ചു. തമിഴും മലയാളവും കലർന്ന ഒരു ഭാഷയിലാണ് അമ്മ ഞങ്ങളോട് സംസാരിച്ചത്. ഈ ഒരു ഭാഗത്തെല്ലാം അത്തരത്തിലാണ് എല്ലാ ആളുകളും ജീവിക്കുന്നത്. തമിഴും മലയാളവും കലർന്ന ഒരു സംസ്കാരമാണ് അവർക്കുള്ളത്. ഇവിടുത്തെ ക്ഷേത്രമായാലും മറ്റു കാര്യങ്ങളായാലും ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ പണിക്ക് വന്ന തമിഴ് വംശജരായ ആളുകളാണ് ഏറെക്കാലമായിട്ട് ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴും മലയാളവും കലർന്ന ഒരു സംസ്കാരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അമ്മ സൂചിപ്പിച്ചതുപോലെ ലോവർ ആനച്ചാടിയിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് പാസ് എടുക്കേണ്ട ഗേറ്റ് ഉള്ളത്. ഇതൊരു പ്രൈവറ്റ് കമ്പനിയുടേതാണെന്ന് ഞാൻ പറഞ്ഞു. ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയുടെയാണ് അമ്പനാട് എസ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ അവർ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഒരാളിൽ നിന്ന് 100 രൂപ വെച്ച് ഈടാക്കുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് അമ്പനാട് എസ്റ്റേറ്റിന്റെ ബോർഡ് കാണാം. ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയുടെയാണ് ഇനി അങ്ങോട്ടുള്ള എസ്റ്റേറ്റ് മുഴുവനായിട്ട്. അതുകൊണ്ട് തന്നെ മുകളിലുള്ള കമ്പനിയുടെ ഗേറ്റിൽ നിന്ന് നമ്മൾ പാസ് എടുത്തതിന് ശേഷം മാത്രമേ അകത്തേക്ക് പോകാൻ സാധിക്കൂ. തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഏറെക്കാലം മുമ്പ് ഇവിടെ വരുമ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു. കൊല്ലം ജില്ലയിലും ഇത്തരത്തിലുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് എന്നറിഞ്ഞതിൽ. സാധാരണ ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെയാണ് നമ്മളിങ്ങനെ തേയിലച്ചെടികൾ കാണുന്നത്. പിന്നീട് ഓറഞ്ച് തോട്ടങ്ങളും ഗ്രാമ്പും ഒക്കെ കൃഷി ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ മുകളിലേക്ക് കയറി എത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്തെ എല്ലാം അമ്പനാട് എന്നാണ് ഇവിടുത്തെയുള്ള ആളുകൾ പറയുന്നത്. നമ്മുടെ ലോവർ ആനച്ചാടിയിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ അമ്പനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അമ്പനാടിൻ്റെ ആനച്ചാടി ഡിവിഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയുടെ ഗേറ്റിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് പാസ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് യാത്ര തുടരാനാകൂ. അടൂർ
പാസിൻ്റെ കൂടെ തന്നെ കുറച്ചധികം നിർദ്ദേശങ്ങളടങ്ങിയ ഒരു പേപ്പറും കൂടി അവർ സൈൻ ചെയ്ത് വാങ്ങുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമൊന്നും ഉണ്ടാവരുത്, ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളെ മറ്റൊരു രീതിയിൽ നമ്മൾ ഉപദ്രവിക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും പോകരുത്, അതുകൂടാതെ അവർ പറയുന്ന സ്ഥലങ്ങളിലല്ലാതെ മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും കയറി പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു പേപ്പറും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിക്കും. പിന്നീട് ഒരാൾക്ക് 100 രൂപയാണ്, ഞാൻ കരുതി ഒരു വണ്ടിക്ക് 100 ആണെന്ന്, പക്ഷേ അല്ല, ഒരാൾക്ക് 100 രൂപ വെച്ച് വാങ്ങുന്നുണ്ട്. അതെന്തായാലും അവരുടെ കാര്യം. പിന്നീട് നിങ്ങൾ വരുമ്പോൾ കയ്യിൽ പണം കരുതുക. ഗൂഗിൾ പേയും മറ്റ് കാർഡ് പേയ്മെൻറ്റും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ പണം കയ്യിൽ കരുതിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. പാസ് എടുക്കുന്നത് മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമുക്ക് എസ്റ്റേറ്റ് ചുറ്റിക്കാണുവാനുള്ള അവസരമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരികയാണെങ്കിൽ പരമാവധി നേരത്തെ തന്നെ ഗേറ്റിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. നമ്മൾ ആനച്ചാടി ടോപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ അമ്മ സൂചിപ്പിച്ച ആ ഒരു കളം ഇവിടെയാണുള്ളത്. ഇവിടെയാണ് നമ്മുടെ തേയില കൊളുന്തൊക്കെ നുള്ളിക്കൊണ്ട് വന്ന് പാക്ക് ചെയ്യുന്നത്. പാക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ നുള്ളിക്കൊണ്ട് വരുന്ന തേയില പാക്ക് ചെയ്ത് നമ്മുടെ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. അമ്പനാട് ഫാക്ടറി ഉള്ളത് അരണ്ടലിലാണ്. അരണ്ടലിലെ ഫാക്ടറിയിലെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് വിപണിയിലേക്ക് ആ തേയില എത്തുന്നത് പാക്കറ്റുകളിലാക്കി. അതിന് മുമ്പായിട്ട് നമ്മുടെ കുളുന്ത് ഇവിടെ കൊണ്ടുവന്ന് ഓരോരുത്തരും പല രീതിയിലായിരിക്കും പറിച്ചുകൊണ്ട് വരുന്നത്. അതെല്ലാം തൂക്കം കണക്കാക്കി പാക്ക് ചെയ്തിട്ട് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ കണ്ട രസകരമായ ഒരു കാഴ്ചയാണ് ലവ് ഷേപ്പിലുള്ള ഒരു മരപ്പൊത്ത്. എന്തായാലും എല്ലാം കൊണ്ടും ഭംഗിയായിട്ടുള്ള ഒരു പ്രദേശമാണ്. എനിക്ക് നല്ല സമയമെടുത്ത് ഇവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നുണ്ട്. വളരെയധികം സൈലൻ്റ് ആണ്. എനിക്ക് തോന്നി ഒരു തൊഴിലാളികളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം, സൺഡേ വന്നതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഞാൻ താപനില നോക്കിയപ്പോൾ 24.2 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഒരു ടോപ്പിൽ കാണിക്കുന്നത്. തേയിലച്ചെടികൾ കൃഷി ചെയ്യുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ താപനിലയുടെ കാര്യത്തിൽ ആർക്കും ഒരു സംശയം തോന്നാൻ സാധ്യതയില്ല. കാരണം ഒരു 20 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയാണ് തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ഒരു 30 ഡിഗ്രിക്കും 20 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും താപനില ഉണ്ടാവുക. അതിന് മുകളിലേക്ക് പോകാറുണ്ട്, എങ്കിൽ ഭൂരിഭാഗം സമയങ്ങളിലും ഈ ഒരു താപനിലയായിരിക്കും അമ്പനാട് ഉണ്ടാവുക. തേയിലക്കാടുകൾക്കിടയിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒരു ആനച്ചാടി ഭാഗത്ത് തന്നെയുണ്ട്. കുറച്ചധികം സമയം നമ്മളിവിടെ ചിലവഴിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു. വളരെയധികം സൈലൻ്റ് ആയ ഒരു പ്രദേശം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അമ്പനാട്ടിലെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളിലേക്കാണ്. നമ്മൾ റീലിലും വീഡിയോയിലും എല്ലാം കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഇനിയാണ് വരാൻ പോകുന്നത്. നമ്മുടെ ജക്രാന്ത വ്യൂ പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് വ്യൂ പോയിന്റുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാരണം മിക്ക വീഡിയോസിലും അവർ കാണിക്കുന്ന ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഈ ഒരു റൂട്ടാണ്. അരണ്ടൽ മുതൽ നമ്മുടെ ആനച്ചാടി വരെയുള്ള ഭാഗമാണ് കൂടുതൽ വീഡിയോയിലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു വ്യൂ പോയിന്റ് നോക്കി ഞങ്ങളും വണ്ടി നിർത്തി ഇറങ്ങി. പലരും അമ്പനാടിനെ വിശേഷിപ്പിക്കുന്നത് കൊല്ലത്തിന്റെ മൂന്നാർ എന്നാണ്. ആ ഒരു വിശേഷണം കേട്ട് അമ്പനാട് വന്ന് പലരും പരിഹസിച്ച് മടങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയധികം ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയധികം തള്ളേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞാണ് പലരും അമ്പനാട് നിന്ന് മടങ്ങുന്നത്. പക്ഷെ അതിനുള്ള ഒരു പ്രധാന കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒന്നുകിൽ മഴക്കാലം അല്ലെങ്കിൽ ശൈത്യകാലത്താണ് നിങ്ങൾ അമ്പനാട്ടേക്ക് വരേണ്ടത്. ഇപ്പം ഞാൻ വന്ന കാലാവസ്ഥ എന്ന് പറയുമ്പം ശൈത്യകാലത്തിന്റെ തുടക്കമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോയിലെ ഫ്രെയിം കാണാം. എത്ര മനോഹരമായ വിഷ്വലുകളാണ് എനിക്ക് കിട്ടുന്നത്. അത്രയ്ക്ക് മനോഹരമായ വിഷ്വലുകളും അത്രയ്ക്ക് മനോഹരമായ കാലാവസ്ഥയും നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ആ കാലാവസ്ഥ നോക്കിയിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട്. ഞാൻ പറഞ്ഞതുപോലെ മഴക്കാലത്തോ അല്ലെങ്കിൽ മഞ്ഞുകാലത്തോ ഇവിടേക്ക് വരിക. ആദ്യം കരുതി ആരോ പറത്തിവിട്ട ഡ്രോണാണെന്ന്. പിന്നീട് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് 2 വേഴാമ്പലുകളാണ്. ഏതാണ് ഇനമെന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറന്ന് അപ്പുറത്തെ മലയിൽ എത്തിക്കഴിഞ്ഞു. ആനച്ചാടി ടോപ്പിലുള്ള അതേ താപനില തന്നെയാണ് ഇവിടെയുമുള്ളത്. 24.6 ഡിഗ്രി സെൽഷ്യസ്. മഞ്ഞുകാലം ആകുമ്പോഴേക്കും ഒരു 15നും 25നും ഇടയിലേക്ക് ഇവിടുത്തെ താപനില താഴുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. 950 മീറ്ററാണ് അമ്പനാട് മലനിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുടെ ഉയരം. നെടുമ്പാറ പീക്ക്, അതായത് നമ്മുടെ ഇടുക്കിയിലെ കുട്ടിക്കാനം പീരിമേട് പ്രദേശങ്ങളെല്ലാം ഏകദേശം 800, 900, 1000 മീറ്റർ വരെയുള്ള മലനിരകളാണ് കാണപ്പെടുന്നത്. അതുകൂടാതെ കുട്ടിക്കാനം മലമണ്ടയൊക്കെ 1000നും 1100 മീറ്ററിനും മുകളിലാണുള്ളത്. അത്തരത്തിൽ ഇടുക്കിയിലെ കുട്ടിക്കാനം പീരിമേട്
കുരിശുമേട് അല്ലെങ്കിൽ അതിനും താഴെയുള്ള വളഞ്ഞങ്ങാനം ഭാഗമൊക്കെ ഏതാണ്ട് ഈ ഒരു ഉയരത്തിലാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് ഈ ഒരു കാലാവസ്ഥ ഈ ഒരു കൃഷിയുമൊക്കെ അനുയോജ്യമായിട്ട് വരുന്നത്. ആനച്ചാടിക്ക് ആ ഒരു പേര് വരാൻ കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇവിടുത്തെ കുറേ പഴയ വീഡിയോകൾ കണ്ടപ്പോൾ നമ്മൾ ഈ പോകുന്ന റോഡിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ആന ഇറങ്ങി ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്ന പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. രാവിലെ നമ്മുടെ ലോവർ ആനച്ചാടിയിൽ നിന്ന് അമ്മയും സൂചിപ്പിച്ചത് അതായിരുന്നു. നമ്മുടെ ഈ പോകുന്ന വഴിയിൽ നമ്മുടെ തേയില കളം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് സൂക്ഷിച്ച് ആനയൊക്കെ ഉണ്ടാകുമെന്ന് കരുതി അമ്മ പറഞ്ഞു വിട്ടത്. ആ ഒരു വഴിയാണിത്. ഈ ഒരു വഴിയിൽ സ്വാഭാവികമായിട്ടും ആനയുണ്ടാവും. നിങ്ങൾ വരുമ്പോഴായാലും ശ്രദ്ധിച്ച് പോവുക. നമ്മൾ വന്നിട്ട് ഇതുവരെയായിട്ട് ഒരു ബൈക്ക് കണ്ടിരുന്നില്ല. ഇപ്പോഴാണ് ഒരു ബൈക്ക് വന്നത്. അവർ വന്നത് എനിക്ക് തോന്നുന്നു നെടുമ്പാറയിൽ നിന്ന് അമ്പനാട് കയറിയിട്ട് ഇങ്ങോട്ട് വന്ന് കാണുകയാണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഈ ഒരു ആനച്ചാടിയിൽ നിന്ന് കയറി വന്ന് അമ്പനാട് ഭാഗത്തേക്ക് പോകുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ അമ്പനാട് നിന്ന് വന്ന് ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് വീണ്ടും അമ്പനാട് ഭാഗത്തേക്ക് പോകണം, അല്ലെങ്കിൽ ആനച്ചാടി വഴി ഇറങ്ങി പോകണം. അതിലും നല്ലത് ആനച്ചാടിയിൽ നിന്ന് കയറി വരുന്നതാണ്. നെടുമ്പാറയിൽ നിന്നുള്ള റോഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആനച്ചാടി വഴി വന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വലിയ ക്ഷീണമില്ലാതെ തന്നെ മലമുകളിൽ കയറി അമ്പനാട് കണ്ടിട്ട് പതുക്കെ നെടുമ്പാറ വഴി ഇറങ്ങി പോകാം. റീലിലും വീഡിയോയിലും മറ്റും വൈറലായ ജക്രാന്ത വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം ജക്രാന്ത മരങ്ങളുണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു വേനൽക്കാലത്താണെന്ന് തോന്നുന്നു പൂക്കുന്നത്. മൂന്നാറിൽ ജക്രാന്ത പൂക്കുന്ന സമയത്ത് ഈ അമ്പനാട് ഭാഗത്തും ജക്രാന്ത പൂക്കാറുണ്ട്. അതും മറ്റൊരു കാരണമായിട്ട് ആളുകൾ പറയുന്നുണ്ട്. ഇതിനെ മിനി മൂന്നാർ അല്ലെങ്കിൽ കൊല്ലത്തിൻ്റെ മൂന്നാർ എന്ന് പറയാൻ കാരണം ഈ ഒരു ജക്രാന്ത മരങ്ങളുടെ സാന്നിധ്യമാണെന്നും പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ആദ്യം നിർത്തിയ വ്യൂ പോയിന്റ് മുതൽ ഇവിടെ വരെയുള്ള റോഡിൻ്റെ കണ്ടീഷൻ എന്ന് പറയാം വളരെ മോശമല്ലാത്ത ഒരു റോഡാണ്. അതായത് കുഴിയുണ്ട് എങ്കിലും നമുക്ക് കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇടയ്ക്കൂടെയൊക്കെ വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. അവിടേക്ക് ഒന്ന് ശ്രദ്ധിച്ച് വരണമെന്ന് മാത്രമേ ഉള്ളൂ. സ്കൂട്ടറുകളൊക്കെ ധാരാളം പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമുള്ളതല്ല. മിക്കവാറും ഞാൻ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ട്. എല്ലാവരും സ്കൂട്ടറും ഒക്കെ എടുത്താണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. സ്കൂട്ടർ എടുത്ത് നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് വന്നപ്പോൾ വഴിയരികിലായിട്ടൊരു ചെറിയ ക്ഷേത്രം കണ്ടു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ് മലയാളം കൾച്ചറാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടേതായ സംസ്കാരങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനത്തുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ കണ്ടത്. വീണ്ടും ഒരു വ്യൂ പോയിന്റിൽ ഞങ്ങൾ ഇറങ്ങി. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നിൽക്കണം. കാരണം ആന ക്രോസ് ചെയ്യുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ എല്ലാം മല ഇടിഞ്ഞു കിടപ്പുണ്ട്. മുകളിൽ നിന്ന് ആനകൾ ഇറങ്ങി വരുന്ന സമയത്ത് മല ഇടിഞ്ഞു കിടക്കുന്നതാണ്. അവിടെ നിന്ന് നേരെ താഴേക്ക് ആന പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആനപ്പിണ്ടവും ധാരാളം ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ആനച്ചാടി ഡിവിഷനോട് വിട പറയുകയാണ്. ഇവിടെ ഗേറ്റ് കാണാം. ഇനി നമ്മൾ അരണ്ടലിലേക്കാണ് പോകുന്നത്. അമ്പനാടിൽ തേയില ഫാക്ടറി കാണുന്ന സ്ഥലമാണ് അരണ്ടൽ. ഈ ഒരു ഗേറ്റ് പല സമയത്തും അടച്ചിടാറുണ്ട്. കാരണം പണ്ട് അമ്പനാട് ഫ്രണ്ടിൽ നിന്ന് ടിക്കറ്റ് കയറ്റി വിടുമ്പോൾ പലരും ആനച്ചാടി വഴി ഈ റൂട്ടിൽ വന്ന് ഇവിടെ കയറുമായിരുന്നു. അങ്ങനെ അവരത് ക്ലോസ് ചെയ്തു. നമുക്ക് ജക്രാന്ത വ്യൂ പോയിന്റ് നമ്മുടെ ഇവിടെ ബോർഡ് കാണാം നമ്മൾ വന്ന വഴി. ഇപ്പം നമ്മൾ വന്ന് കയറിയത് നെടുമ്പാറയിൽ നിന്ന് വരുന്ന അമ്പനാട് റൂട്ടിൽ, അതായത് മത്താപ്പ് എന്ന് പറയുന്ന ഫ്രണ്ടിലത്തെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നേരെ അരണ്ടലിലേക്കുള്ള റോഡിലേക്കാണ് വന്ന് കയറിയത്. ഈ റോഡിലാണ് നമ്മൾ പോകേണ്ടത്. താഴേക്ക് പോകരുത്. മത്താപ്പ് ഭാഗത്തേക്ക് പിന്നീട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആദ്യമേ നമ്മൾ ഈ റൂട്ട് പിടിക്കുക. ഈ റൂട്ടിലാണ് പ്രധാനപ്പെട്ട 2 വ്യൂ പോയിന്റുകൾ ഉള്ളത്. ടീ ഫാക്ടറി വ്യൂ പോയിന്റ് ആയ റോക്ക് വ്യൂ പോയിന്റും ഡബിൾ റോക്ക് വ്യൂ പോയിന്റും ഉള്ളത് ഈ റൂട്ടിലാണ്. അതുകൊണ്ട് നേരെ ഈ റൂട്ടിൽ പോവുക. നമ്മൾ നേരെ അരണ്ടലിലേക്ക് ചെന്നെത്തും. അരണ്ടലിലേക്ക് അടുക്കാറായി. ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് ഏരിയ ഉണ്ട്. അതായത് കമ്പനി നമ്മുടെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങുന്നുണ്ടെങ്കിലും വേണ്ട സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇവിടെ മണ്ണിട്ട് കാർ പാർക്കിംഗ് സൗകര്യവും മുകളിലായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫോട്ടോ പോയിന്റ് അവർ ഒരുക്കി നൽകിയിട്ടുണ്ട്. അരണ്ടലിന് തൊട്ട് മുൻപായിട്ടാണിത്. താഴെ ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട്. അവിടെ നിന്ന് നല്ലൊരു പാട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അരണ്ടലിലേക്ക് എത്തിച്ചേർന്നു. അമ്പനാട്ടിലെ ഒരു പ്രധാന പോയിന്റാണ് അരണ്ടൽ. നമ്മുടെ KSRTC ബസ് സർവീസ് ഇവിടെ വരെയാണുള്ളത്. അരണ്ടൽ വരെയാണ് സർവീസ് നടത്തുന്നത്. അത് പിന്നീട് താഴെ തിരിച്ചു പോയിട്ട് LS70യിലും പോയി ആളുകളെ എടുത്തിട്ട് നേരെ കഴുതുരുട്ടി വഴി തെങ്കാശിക്ക്
പോയത് നമ്മൾ രാവിലെ കണ്ട ബസ്. അരണ്ടൽ അമ്പനാട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് പറയാൻ കാരണം അരണ്ടലിലാണ് അമ്പനാട് തേയില ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന ഇടത്തേക്കുള്ള വഴിയിൽ, അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇടത്തേക്കുള്ള വഴിയിലാണ് അമ്പനാട് തേയില ഫാക്ടറിയിലേക്ക് പോകേണ്ടത്. നമ്മൾ വലത്തേക്ക് തിരിഞ്ഞ് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. വ്യൂ പോയിന്റ് മാത്രമല്ല, അരണ്ടലിൽ നിന്നും അച്ചൻകോവിലേക്കുള്ള പാത തുടങ്ങുന്നത് ഈ വഴിയിൽ നിന്നാണ്. നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, ഈ റൂട്ടിൽ നമുക്ക് അച്ചൻകോവിലിൽ പോകാൻ കഴിയും. പക്ഷേ വളരെ മോശം റോഡാണ്. ഒരു കാലത്ത് KSRTC ബസ് സർവീസിനായിട്ട് എല്ലാവരും ശ്രമിച്ച ഒരു റൂട്ട് കൂടിയാണ്. പിന്നീട് കോവിഡ് വന്നപ്പോഴേക്കും ആ ഒരു ശ്രമങ്ങളെല്ലാം ഇല്ലാതായി. അങ്ങനെ അമ്പനാട് ടീ ഫാക്ടറി വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെയായിട്ട് വലിയൊരു പാറയാണ്. അവിടെ നിന്ന് നമുക്ക് ടീ ഫാക്ടറി കാണാം. താഴെയുള്ള അമ്പനാടിൻ്റെ പ്രദേശങ്ങൾ കാണാം. ഇവിടെയായിട്ട് പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. കമ്പനി ഒരുക്കി നൽകിയതാണ്. നേരത്തെ ഇവിടെ വരുമ്പോൾ ആ ഒരു സൗകര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ കമ്പനി തന്നെയാണ് അവിടെ ഒരു സൗകര്യം ഒരുക്കി നൽകിയത്. ഇതാണ് കൊല്ലം ജില്ലയിലെ ഏക തേയില ഫാക്ടറി. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു തേയില ഫാക്ടറിയാണ്. ഇപ്പോഴും ആ ഉപകരണങ്ങൾ തന്നെയാണ് ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം സൂക്ഷിച്ചു നിൽക്കണം. കമ്പനിക്കാരിവിടെ വാണിങ്ങിനായിട്ടൊരു യെല്ലോ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പിലേക്ക് പോയി നമ്മൾ കാഴ്ചകൾ കാണാൻ പാടില്ല, കാരണം താഴേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. വലിയ തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഒരു പാർക്കിംഗ് സ്പേസ് കമ്പനി ഒരുക്കി നൽകിയിട്ടുണ്ട്. മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. എന്തായാലും അത് നന്നായിട്ടുണ്ട്. പിന്നീട് ഇവിടെ നിന്നുള്ള കാഴ്ച ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാം. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ വ്യൂ പോയിന്റിൽ നിന്നുള്ളത്. ആ തേയില ഫാക്ടറി ആ ഒരു കാഴ്ചയുടെ ഭംഗി ഇരട്ടിയാക്കുന്നു. തേയില ഫാക്ടറി വ്യൂ പോയിന്റിന് മുകളിലായിട്ടുള്ളൊരു വാട്ടർ ക്രോസിംഗ് ആണ്. ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയുമുണ്ട്. അവിടെ നമുക്ക് ധാരാളം സമയം നിന്ന് ആസ്വദിക്കാം. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. നല്ല രീതിയിൽ ജലം വന്ന് മറിയുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇവിടുത്തെ ഒരു പാറയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നല്ല രീതിയിൽ കുഴിയായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വെള്ളം വന്ന് വീഴുന്ന പ്രദേശങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ആ വാട്ടർ ക്രോസിംഗിൽ നിന്ന് കുറച്ച് ദൂരം കൂടി മുകളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ രണ്ടാമത്തെ വ്യൂ പോയിന്റ് കാണാം. ഡബിൾ ഡ്രോക്ക് വ്യൂ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. താഴെ തേയില ഫാക്ടറിയുടെ കാഴ്ച ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വരെയാണ് റോഡുള്ളത്. അതായത് നമ്മുടെ എസ്റ്റേറ്റിൻ്റെ റോഡ് ഇവിടെ വരെയാണുള്ളത്. ഇവിടെ ഒരു ചെറിയ കട കാണാം. പിന്നീട് അങ്ങോട്ട് റിസർവ് ഫോറസ്റ്റ് ആണ്. നമുക്ക് പോകണമെങ്കിൽ പെർമിഷൻ എടുക്കണം, അല്ലെങ്കിൽ ഓഫ് റോഡ് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കൂ. ഞങ്ങൾ വന്ന സമയത്ത് അടൂരിൽ നിന്ന് തന്നെ വന്ന ഒരു ടീമായിരുന്നു അവിടെ പാറയുടെ മുകളിൽ ഇരുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു പോയിന്റാണിത്. കൂട്ടമായിട്ട് വരുന്നവരുണ്ട്, സോളോ ട്രിപ്പിന് വരുന്നവരുണ്ട്. പിന്നീട് ഈ കാണുന്ന അച്ചൻകോവിൽ റൂട്ടിലേക്ക് പോകാൻ വരുന്നവരുണ്ട്. ഓഫ് റോഡ് വാഹനങ്ങൾ അച്ചൻകോവിൽ റൂട്ടിലേക്ക് പോകും. പക്ഷേ അപകടം നിറഞ്ഞ പാതയാണ്. ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. അകത്തേക്ക് ജനവാസ മേഖലകളുണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അതുവഴിയൊക്കെ പോകുമ്പോൾ വളരെയധികം റിസ്ക് ആയിരിക്കും. എന്തായാലും ഞങ്ങൾ ആ കണ്ട കടയിൽ കയറി ഒരു ചായയും പിന്നീട് ഒരു ബ്രെഡ് ഓംലേറ്റും കഴിച്ചു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നടന്ന് മുകളിലേക്ക് പോയി. അമ്പനാട് നിന്ന് അച്ചൻകോവിൽ റോഡ് ആരംഭിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ചെന്നു. അവിടെ ഒരു ബോർഡ് എസ്റ്റേറ്റ് അധികൃതർ വെച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നാണ് ബോർഡിൽ പറയുന്നത്. പക്ഷേ ആളുകൾ അതുവഴി അങ്ങോട്ട് പോകാറുണ്ട്. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇവിടെ തൊട്ട് നല്ല ഓഫ് റോഡാണ്. എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി നമുക്ക് നേരെ ടീ ഫാക്ടറി ഒന്ന് പോയി കാണണം. ടീ ഫാക്ടറിക്ക് അകത്ത് കയറാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ടീ ഫാക്ടറിക്ക് മുന്നിൽ വരെയെങ്കിലും പോകണം. കൊല്ലം ജില്ലയിലെ തേയില ഫാക്ടറിക്ക് അടുത്ത് വരെ വന്നിട്ട് അതിന് മുന്നിലേക്ക് പോകാതെ പോകുന്നത് ശരിയല്ല. അങ്ങനെ വീണ്ടും അരണ്ടലിലേക്ക് എത്തിച്ചേർന്നു. ഇതൊക്കെയാണ് അരണ്ടലിലെ കാഴ്ചകൾ. ഊട്ടിയിലെ കൊടൈക്കനാലിലേക്ക് ചെറിയ ഉൾഗ്രാമങ്ങൾ പോലെയുണ്ട് അരണ്ടൽ. ഒരു ചെറിയ ക്ഷേത്രമാണ് മുന്നിലുള്ളത്. പിന്നീട് അവിടെയായിട്ടൊരു ചെറിയ കടയുണ്ട്. ആ കടയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞങ്ങൾ എന്തായാലും ഒരു വെള്ളം കുടിക്കാമെന്ന് കരുതി കടയിലേക്ക് നീങ്ങി. ഇതാണ് L70 എന്ന് പറയുന്നത്. L70 എന്ന് പറയുന്നത്
LS70 അപ്പുറത്ത് നമ്മൾ ആദ്യം ഗേറ്റ് പാസ് വാങ്ങിച്ചായിരുന്നല്ലോ. എന്തോ ഗേറ്റ് പാസ് വാങ്ങിച്ചായിരുന്നല്ലോ മെയിനിന്. അല്ല വല സൈഡിലൂടെ റോഡുണ്ട്. ഇത് അരണ്ടല്ല LS ഒന്ന് അങ്ങ് ഇതിന് 3 കിലോമീറ്റർ പോകണം. ഇങ്ങോട്ട് പോയാലോ? ഇങ്ങോട്ട് ഫാക്ടറി മാത്രമേ ഉള്ളൂ. വേണം ചോടാനിറങ്ങി വേണം. മലമുകളിലാണെങ്കിലും എല്ലാ സാധനങ്ങളുമുണ്ട്. ആച്ചിയുടെ അടക്കമുള്ള വിവിധ പ്രോഡക്റ്റുകളാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവർക്ക് എന്തായാലും എപ്പോഴും മലയിറങ്ങി കഴുതുരുട്ടിയിലൊന്നും പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് ടീ ഫാക്ടറിയിലേക്ക് പോകാം. വലത്തേക്കായിരുന്നു നമ്മൾ ആദ്യം പോയത്. ഇനി നമുക്ക് ഇടത്തേക്കാണ് പോകേണ്ടത്. ആ അമ്പലത്തിനും കെട്ടിടത്തിനും ഇടയിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് പോകുന്നത്. അങ്ങനെ ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയുടെ തേയില ഫാക്ടറിയിലേക്ക് എത്തിച്ചേർന്നു. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ നിന്നാലാണ് നമുക്ക് ടീ ഫാക്ടറി കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടീ ഫാക്ടറിയിലാണ്. നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല, അവിടെ എന്തോ പണികൾ നടക്കുകയാണ്. അവിടെ നിന്ന് തിരിച്ചിറങ്ങി മത്താപ്പിലേക്ക് എത്തിച്ചേർന്നു. ഈ ഒരു സ്ഥലം അറിയാത്ത ആളുകൾ കാണില്ല. അമ്പനാടിൻ്റെ ഏതൊരു വീഡിയോ വന്നാലും ഈ ഒരു കെട്ടിടമാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസും കാണാം. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഗേറ്റ് ഉള്ളത്. നമ്മൾ താഴെ നിന്ന് നെടുമ്പാറ ഭാഗത്തു നിന്ന് വരുമ്പോൾ പാസ് വരുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് വലത്തേക്കൊരു റോഡുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച LS70യിലേക്കുള്ളതാണ്. വലിയ കാഴ്ചകളൊന്നുമില്ല, പക്ഷേ ആ പോകുന്ന റൂട്ട് ഒരു രസമുള്ള റൂട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടേക്കൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ ആ റൂട്ടിലേക്ക് പ്രവേശിച്ചു. ഇവിടെയായിട്ട് അമ്പനാട് റബ്ബർ ഡിവിഷൻ്റെ ബോർഡുണ്ട്. ഇവിടെ നിന്നാലും നമുക്ക് അക്കരെയുള്ള കാഴ്ചകളടക്കം കാണാം. അതിമനോഹരമായ കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇവിടേക്കും കൂടി ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് പോകാമെന്ന് കരുതിയത്. അവിടെ ഒരു പുരാതനമായ ദേവാലയമുണ്ട്. അങ്ങനെ കുറച്ച് കാഴ്ചകൾ ഇന്ന് നമ്മൾ കാണാതെയാണ് തിരിച്ചു പോകുന്നത്. അതിന് കാരണമുണ്ട്. മഞ്ഞുകാലത്ത് നമുക്ക് ഒന്നും കൂടി ഇവിടെ വരണം. ആ ഒരു സമയത്താണ് ആ ഭാഗമൊക്കെ നല്ല കാഴ്ചകളാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് യാത്ര അവസാനിപ്പിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടിയാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. കാരണം ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അത്യാവശ്യം ആദ്യം വരുന്ന ആളുകൾക്ക് കാണാവുന്ന കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചുരുക്കം സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്. നമ്മൾ നേരെ മത്താപ്പിലെ മെയിൻ ഗേറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ കയറി വരുമ്പോൾ ഞാൻ പറഞ്ഞു നെടുമ്പാറ സൈഡിൽ നിന്നുള്ള റോഡ് വളരെയധികം മോശമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരെ ആനച്ചാടി വഴി കയറി വന്നത്. അപ്പോൾ തന്നെ നമുക്ക് കാണാം ഈ ഒരു ഭാഗത്തെ റോഡുകളെല്ലാം കുണ്ടും കുഴിയുമായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ കയറി വന്നിട്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. നമ്മൾ ആദ്യം തന്നെ കുണ്ടും കുഴിയും ഒക്കെ കയറി മുകളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ വന്ന് കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല, ആസ്വദിക്കാനും കഴിയുകയില്ല. ആനച്ചാടി വഴി പോയാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെയാണ് ആ റോഡ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആനച്ചാടി വഴി തന്നെ അമ്പനാട്ടിലേക്ക് പോവുക. പിന്നീട് റോഡ് നന്നാക്കുന്ന ഒരു അവസ്ഥയിൽ നെടുമ്പാറ വഴി പോകുന്നതാണ് നല്ലത്. എന്തായാലും തിരിച്ച് ഈ ഒരു വഴി ഇറങ്ങി വരിക. കാരണം രണ്ട് സൈഡിലെ കാഴ്ചകളും കാണണമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വഴിയിലൂടെ കയറി ഈ ഒരു വഴിയിലൂടെ ഇറങ്ങി വരുന്നതാണ് നല്ലത്. നെടുമ്പാറ വഴിയുള്ള കാഴ്ചകളും അതിമനോഹരമാണ്. കാഴ്ചകളില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ റോഡിൻ്റെ ഒരു കണ്ടീഷൻ കാരണമാണ് നമുക്കൊരു മടുപ്പ് തോന്നാതിരിക്കാനാണ് ഞാൻ ആ റൂട്ടിലൂടെ കയറി വരാനായിട്ട് പറഞ്ഞത്. കഴുതുരുട്ടി അമ്പനാട് റൂട്ടിലെ നാഗമല എസ്റ്റേറ്റ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് വലത്തേക്ക് കാണുന്ന ആ റോഡാണ് മാമ്പഴത്തറ കുറവന്താവളം ഭാഗത്തേക്ക് പോകുന്നത്. നമ്മുടെ മത്താപ്പ് ഹിൽ വ്യൂ പോയിന്റ് ഒക്കെ അവിടെയായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇടത്തേക്കാണ് നമുക്കിനി കഴുതുരുട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് വരാം. അമ്പനാട് പോയതിന് ശേഷം ഈ നാഗമലയിലെത്തി വേണമെങ്കിൽ ഇനി മാമ്പഴത്തറ കുറവന്താവളം ഭാഗത്തേക്ക് പോയി പുനലൂരിലേക്കൊക്കെ പോകാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് കഴുതുരുട്ടിയിലേക്കാണ് തിരിഞ്ഞു പോകുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് തമിഴ്നാട്ടിലേക്കൊന്ന് പോകണം. അങ്ങനെ നമ്മുടെ യാത്രയും ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അമ്പനാടിൻ്റെ പരമാവധി കാണിക്കാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം ഞങ്ങൾ കാണിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകളുമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും നന്ദി.